Hello friends, welcome back to a new episode on Gloria Dei Season 2, the fifth fruit of the Holy Spirit, kindness. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ അഞ്ചാമത്തേത് ദയ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. ലെറ്റ്സ് വാച്ച്. അച്ഛാ എന്താ ആൽബിനെ? അച്ഛാ കൂപ്പൺ കിട്ടി വരും. അടുത്ത് ആയോ നോക്കട്ടെ. ഇരിക്കും നീ ഏട്ടായിരിക്കെ. മുഴുവൻ വിറ്റുണ്ടല്ലോ. ഓക്കെ, കാശ് എവിടെ? ഇന്നാച്ചാ കാശ് 1000 രൂപ. ഓക്കെ, അപ്പോൾ ശരി പൊക്കോട്ടാ. അച്ഛൻ കമ്മീഷൻ തായോ? കമ്മീഷൻ വേണല്ലേ? ശരി, എന്നാ കമ്മീഷൻ 100 രൂപ. താങ്ക് യു അച്ഛാ. അല്ല ആൽബിനെ, ഈ പൈസ കൊണ്ട് എന്താ പരിപാടി? അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ. എന്തുട്ട്? എനിക്ക് ഓർമ്മയില്ലല്ലോ. നമ്മളന്ന് കടയിൽ കണ്ടില്ലേ മരത്തിന്റെ കാറ്, അത് മേടിക്കണമെന്ന്. ഓക്കെ, മരത്തിന്റെ കാറ്. ഓക്കെ, എന്തിനാ കാറ് മേടിക്കണത് നീ? അതെന്നെ ഉണ്ണിക്ക് കൊടുക്കാൻ അച്ഛാ. ഓക്കെ, എന്നാ ശരി, ചെല്ല്. ശരിട്ടാ. ഓക്കെ അച്ഛാ. ആൽബിന് ഒരു മിനിറ്റ്, ദേ ഒരു പുസ്തകം വേണ വിൽക്കാൻ. ദേ ഒരോടി. അച്ഛാ വേണ്ട വേണ്ട, 2 വിൽക്കണു, അത് മതി. എന്നാ ശരി, വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ. അച്ഛാ എന്താ വരാൻ പറഞ്ഞേ? ഇങ്ങോട്ട് വായോ, ഇവിടെ ഇരിക്കേ. എന്താ അച്ഛാ? എന്തായി, കാറ് വാങ്ങിയാ? ഇല്ല അച്ഛാ. ഇന്നലെ നീ ഇവിടുന്ന് പോണ സമയത്ത് ഒരു അപ്പാപ്പനെ അവിടെ കണ്ടിട്ട് സംസാരിക്കണ്ടായിരുന്നല്ലോ. എന്തുട്ടാ പാപ്പൻ പറയണ്ടായിരുന്നേ? അപ്പാപ്പന്റെ വീട്ടിലത്തെ കൊറേ വിഷമങ്ങള് പറഞ്ഞു. അപ്പാപ്പന്റെ വിഷമങ്ങൾ കേട്ടിട്ട് നീ എന്തുട്ട് ചെയ്തേ? എന്റെ കമ്മീഷൻ ഇല്ലേ, അതിന് അപ്പാപ്പന് കൊടുത്തച്ചാ. അപ്പൊ കിട്ടിയ 100 രൂപ നീ അപ്പാപ്പന് കൊടുത്തു. ഇനിയിപ്പൊ കാറ് മേടിക്കണ്ട അപ്പൊ നിനക്ക്? സാരില്ല അച്ഛാ, അത് പോട്ടെ, നമുക്ക് പിന്നെ വാങ്ങാം. അല്ല, ഇത് ശരിക്കും ഞാൻ പറയേണ്ടതല്ലേ? എന്തായാലും ആൽബിനെ, വെരി ഗുഡ്. നീ ഇങ്ങോട്ട് വന്നേ. വായോ. നീ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാ? അങ്ങനെ ഒരു വിശുദ്ധനുണ്ട്. ആ വിശുദ്ധനെ ഇതുപോലെ ചെറുപ്പത്തില് അമ്മ കുറെ കാശ് ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് കൊടുക്കും. അപ്പൊ അവനിങ്ങനെ പോവും, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാരനെ കാണും, അത് അവർക്ക് കൊടുക്കും, അവിടെ തിരിച്ചു വരും. അപ്പൊ അമ്മയുടെ നല്ല അടി കിട്ടും. അങ്ങനെ ചെറുപ്പത്തില് കുറെ അടി മേടിച്ചിട്ടുള്ള ഒരു വിശുദ്ധനാണത്. അതുപോലൊരു വിശുദ്ധനാവണട്ടാ. ജീവിതം മുഴുവൻ നീ ഇങ്ങനെ മറ്റുള്ളവർക്ക് ദയ കാണിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറണം. ഓക്കെ? ഓക്കെ. അപ്പൊ ശരി ആൽബിനെ, കാണാട്ടാ. ഓക്കെ അച്ഛാ. ഓക്കെ, കണ്ടില്ലേ, നമ്മുടെ പ്രവർത്തികൾ പ്രകടമാകേണ്ട ഒരു പുണ്യമാണ് ഈ ദയ.
പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങളുണ്ടെങ്കിലും ഈ ഒരു പുണ്യം അപരനിലേക്ക് നീളുന്ന ഒരു പുണ്യമാണ്. ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് നമ്മൾ മാറണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് തന്നെ മാറണം. നമ്മുടെ ഈ പോസ്ചറിൽ, നമ്മുടെ ഈ അപ്പിയറൻസിൽ, നമ്മുടെ പെരുമാറ്റ രീതിയിൽ ഈ ദയ എന്ന പുണ്യം അത് പ്രകടമാകണം, പ്രകാശമാനമാകണം. ഒരു കൊച്ചുദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ നമ്മുടെ മൊബൈൽ വെച്ച് ആരെങ്കിലും ഒന്ന് എടുത്തു തരണം. അപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രത്യേകം ചൂസ് ചെയ്യും. ചേട്ടാ, എൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തു തരും, ഇതാണ് എൻ്റെ മൊബൈൽ എന്ന് കൊടുക്കും. എന്തുകൊണ്ടാണ്? ആ വ്യക്തി നമ്മെ സഹായിക്കും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ആ വ്യക്തിയെ കാണുമ്പോൾ, ആ വ്യക്തിയുടെ ഒരു ജനറൽ അപ്പിയറൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും, ഹീ ഈസ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. അങ്ങനെ തോന്നണം. മറ്റൊരു ഉദാഹരണം പറയാം, നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ ഹെൽപ്പ് ഇങ്ങനെ ആവശ്യമുള്ള സന്ദർഭമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ആരോടാണ് ഞാനൊരു ഹെൽപ്പ് ചോദിക്കുക? കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയത്തിൻ്റെ, അയാളുടെ ഒരു അധ്വാനത്തിൻ്റെ ഒരു ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കും, ഇന്ന വ്യക്തിയോട് ചോദിക്കണോ. അപ്പോൾ നമ്മൾ വിചാരിക്കും, അവനോട് ചോദിച്ചാൽ അവൻ ചെയ്തു തരില്ല, ഇവളോട് ചോദിച്ചാൽ അതും കിട്ടില്ല. പക്ഷേ അവനോട് ചോദിച്ചാൽ ചിലപ്പോൾ കാര്യം നടക്കും. അതായത് കാരണം അവനൊരു ഹെൽപ്പിംഗ് ഹാൻഡാണ്, അതല്ലെങ്കിൽ അവൻ നമ്മെ സഹായിക്കാനായിട്ട് സന്നദ്ധതയുള്ള ഒരു മനുഷ്യനാണ് എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. ഇതുപോലെ നമ്മെക്കുറിച്ചും അപരന് തോന്നണം, മറ്റുള്ളവർക്ക് തോന്നണം. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ അവൻ സഹായിക്കുന്ന, സഹായ മനസ്ഥിതിയുള്ള, ദയയുള്ള ഒരു മനുഷ്യനാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നാനിടയാകണം. അപ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ പോസ്ചറിൽ, നമ്മുടെ അപ്പിയറൻസിൽ, നമ്മുടെ സ്വഭാവത്തിൽ, ജീവിത രീതിയിലൊക്കെ ഈ ദയ എന്ന പുണ്യം മറ്റുള്ളവർക്ക് മനസ്സിലാകണം. നമുക്ക് ഒരുമിച്ച് ഈ ഒരു കൈൻഡ്നെസ് എന്ന പുണ്യം പ്രാക്ടീസ് ചെയ്ത് തറവാക്കിയെടുക്കാം. ഓൾ ദി ബെസ്റ്റ്. അപ്പം ശരി ആൽബിനെ, കാണാട്ടോ. ഓക്കെ അച്ഛാ. ആൽബിനെ, അങ്ങനെ അങ്ങ് പോയാലോ? എന്തേ? ഇവിടെ കമോൺ, വാങ്ങട്. ഇതങ്ങോട്ട് പിടിക്കുക, അങ്ങോട്ട് തുറക്കുക. ഹായ്.